ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദീപ്തിക്ക് ചെറിയ സംശയം വരികയാണ് വേദയുടെ റൂമിൽ വിക്രം ഉണ്ടെന്നുള്ളത്. അതറിയാൻ വേണ്ടിയിട്ട് വേദ മുറിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ദീപ്തി അകത്ത് കയറുകയാണ്. അപ്പോൾ ദീപ്തിയെ കണ്ട വഴിക്ക് വേദയും അകത്തേക്ക് വരും. അപ്പോൾ വേദയോട് ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാൽ ഞാൻ ഈ റൂമിൽ നിന്ന് പോകാമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ ഉള്ളിലുള്ള കാര്യം വേദ സമ്മതിക്കുകയാണ്. അപ്പോൾ വേദ വിക്രത്തിനെ വിളിക്കുമ്പോൾ വിക്രം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ദീപ്തിക്ക് ആകെ ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് വേദയും വിക്രമും കൂടിയിട്ട് വരുണിനെ താനല്ല ചെയ്തത്, ചെയ്യാത്ത തെറ്റിന് എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥ പ്രതി വെളിയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കും. ഒരു 7 ദിവസം സമയം ദീപ്തി എനിക്ക് തരൂ, യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടെത്തി തരാം, അതിന് ദീപ്തിയുടെ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് വിക്രമും വേദയും പറയുകയാണ് കേട്ടോ. അവസാനം അവർ പറയുന്നതിൽ സത്യമുണ്ടെന്നുള്ളത് ദീപ്തിക്ക് മനസ്സിലാവണം. അപ്പോൾ ദീപ്തി പറയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിക്രം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതേപോലെ ചെയ്യാൻ പറയൂ കേട്ടോ. എല്ലാം അനുസരിച്ച് നമ്മുടെ ദീപ്തി വേഗം തന്നെ വാസവൻ്റെ അടുത്ത് ചെല്ലുകയാണ്. വാസവൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറയും. വിക്രമേട്ടനല്ല ഇത് ചെയ്തത്, വിക്രമേട്ടൻ ഇത് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വിക്രമേട്ടൻ്റെ പേര് ഇതിലേക്ക് വന്നതാണ്. അച്ഛൻ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം. എനിക്ക് ഒരാളുടെ പേര് സംശയമുണ്ട്. നമ്മുടെ പുളിക്കനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വരുണിനെ കൊലപ്പെടുത്തിയതും ഇതിൻ്റെ ഗൂഢാലോചന എന്താണെന്ന് അറിയാനൊക്കെ പറ്റുമെന്ന് ദീപ്തി ഇങ്ങനെ വാസവനോട് പറയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നതിന് സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ വാസവൻ പറയാണ്, പുളിക്കനെ ഞാൻ കണ്ടുപിടിക്കാമെന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വാസവൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ നമ്മുടെ ചന്ദ്രശേഖരനും ശ്രീകാന്തിനുമെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട് കേട്ടോ. ദീപ്തിയുടെ വന്നതും ഇവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും അറിയിക്കുകയാണ്. എന്തായാലും വാസവനൻ തന്നെ നമ്മുടെ പുളിക്കനെ കണ്ടെത്തി നമ്മുടെ വിക്രത്തിനെ പുറത്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.